ഹലോ ഗൈസ്, ഇപ്പൊ ഉണ്ടല്ലോ എവിടെ തിരിഞ്ഞാലും വഴുതനങ്ങ കൊണ്ടുള്ള റെസിപ്പീസാ. വഴുതനങ്ങ അല്ലെങ്കിൽ ബ്രിഞ്ചാൾ. അപ്പൊ ഞാനും വിചാരിച്ചു ഇതുകൊണ്ട് എന്തെങ്കിലും നമുക്കും ഉണ്ടാക്കണ്ടേ. അപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം. എല്ലാവരെയും പോലെ എനിക്കും ഇതത്ര പ്രിയമൊന്നും അല്ല കേട്ടോ. വഴുതനങ്ങ എടുത്ത് നല്ല വട്ടത്തില് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് മസാല ഇടാം. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ചിക്കൻ മസാല. ഇനി എന്താ, എണ്ണ എടുക്കാം, അതിലോട്ടിട്ട് ഫ്രൈ ചെയ്ത് തിരിച്ച് മറിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടേ. തിളച്ച എണ്ണയിലോട്ട് നമ്മൾ കുറച്ച് ജീരകപ്പൊടി ഇടുന്നുണ്ട്. കൂടെ കുറച്ച് സവാള എടുത്തതായി തൈര് എടുത്ത് അതിന്റെ കട്ടയെല്ലാം കളഞ്ഞ് നല്ല ക്രീമി ആയിട്ട് വെക്കാവേ. സവാള എന്ന് വഴുന്ന വരുമ്പോഴേക്കും അതിലോട്ട് കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇടാം. അപ്പോഴേക്കും നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ, ഇതെല്ലാം കൂടെ ഒരു മിക്സിംഗ്. അപ്പൊ ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് തൈരിൽ മിക്സ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ സവാളയുടെ മിക്സ് ആട്ടോ ഇടുന്നത്. അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വഴുതനങ്ങയുടെ മിക്സ് ഇടാം. ലുക്ക് കണ്ട് പേടിക്കണ്ട കേട്ടോ. ഇത് ഞാൻ ആദ്യം ഉണ്ടാക്കിയത് കുറച്ച് കുളമായിട്ടുണ്ട്, പക്ഷെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ആദ്യം ഉണ്ടാക്കിയത് പാളിപ്പോയായിരുന്നു, രണ്ടാമത് ഉണ്ടാക്കിയത് സെറ്റായി. ഇതോടെ നമ്മുടെ ദഹി ബെങ്ങൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പറയുന്നത് തോന്നുന്നു. എന്തായാലും റെഡി ആയിട്ടുണ്ട് സംഭവം. ഇനി അടുത്ത പരിപാടി ഭയങ്കര സിമ്പിൾ ആണ്. നമുക്ക് കുറച്ച് ചോറ് എടുക്കാം. ചോറിന്റെ കൂട്ടത്തില് കുറച്ച് വെണ്ടയ്ക്ക വിഴുക്കുവരട്ടി ഇട്ടിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മുടെ ദഹി ബെങ്കനും പിന്നെ മുളക് ചമ്മന്തി ഉണ്ടായിരുന്നേ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ കഴിക്കാൻ പോവാണ്. വേറെ ഒന്നും കൂടെ ഉണ്ട്. രണ്ടാമതുണ്ടാക്കിയ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ആണ് ഇത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ കഴിക്കുവാണ്. കാണാൻ എന്ത് ഭംഗിയാണല്ലേ. ഇനി നമുക്ക് കഴിക്കാം. ആദ്യം കുറച്ച് വെണ്ടയ്ക്ക, പിന്നെ നമ്മുടെ ദഹി ബെങ്കൻ, പിന്നെ കുറച്ച് മുളക് ചമ്മന്തി, പിന്നെ വഴുതനങ്ങ ഫ്രൈ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാതിരിക്കാതെ അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ഇന്ന് എത്ര ഉള്ളു ഗൈസ്. എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ. പിന്നെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ.